റഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നാളെയാണ് നമ്മുടെ പൊതുപരീക്ഷ ആരംഭിക്കുന്നത്. അപ്പോൾ 5ലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് തജ്വീദ് ലിസാൻ ഖുർആൻ എന്ന വിഷയത്തിൽ നിന്നും ചെറിയൊരു മോഡൽ പേപ്പറാണ് കാണിക്കുന്നത്. അതിൽ ഉത്തരങ്ങളും പറയുന്നുണ്ട്. എല്ലാവരും പഠിക്കുന്ന തിരക്കിലായി. അള്ളാഹു എല്ലാവർക്കും അർഹമായ വിജയം നൽകുമാറാകട്ടെ. 5ലെ തജ്വീദ് ലിസാൻ എന്നീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ക്വിസൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഇതുവരെ ചെയ്തു നോക്കാത്തവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അതൊന്ന് ചെയ്തു നോക്കാം. അപ്പോൾ നമുക്ക് നേരെ ആദ്യത്തെ പ്രവർത്തനം നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനമാണ് യോജിപ്പിക്കാം എന്നുള്ള പ്രവർത്തനം. ഇവിടെ മുകളിലായിട്ട് കുറേ ബ്രാക്കറ്റിൽ കുറേ ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിന് യോജിച്ചത് താഴെ ഏത് ചോദ്യത്തിൻ്റെ ഉത്തരമാണെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ എഴുതണം. അതാണ് പ്രവർത്തനം. അതിൽ നമുക്ക് ഒന്നാമത്തേത് നോക്കാം. 1. സജദയുടെ ആയത്തുകൾ എത്രയാണ്? 14 ആയത്തുകളാണ് സജദക്കുള്ളത്. 2. കസീറത്തുൻ എന്നതിലെ ഹ ഏത് ഹ ഇൽപ്പെട്ടതാണ്? കസീറത്തുൻ, അത് ഹ ഉത്തനീസാണ്. കണ്ടാൽ തന്നെ മനസ്സിലാകും. അവസാനത്തെ താ കണ്ടില്ല നിങ്ങൾ? അപ്പോൾ അത് ഹ ഉത്തനീസാണ്. പിന്നീട് മൂന്നാമത്തത് മഖ്റജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഉത്ഭവസ്ഥാനം എന്നുള്ളതാണ്. ഉത്ഭവസ്ഥാനം. 4. മൻ തഅല്ലമൽ ഖുർആന വ അല്ലമഹു, അതേതാണ്? ഖൈറുക്കും, ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ. ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. ഇവിടെ ശരിയായതിന് ശരി അടയാളപ്പെടുത്താനുള്ള പ്രവർത്തനമാണ്. 1. ഖുർആൻ ഒരുമിച്ച് കൂട്ടിയത് ആരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഈ ഖുർആൻ പല കോപ്പികളാക്കിയതാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ശ്രദ്ധിക്കുക. ഇനി 2. ഹഫ്സ് ബിൻ സുലൈമാൻ, അവർ ഏത് നാട്ടുകാരനാണ്? മക്കിയാണോ മദനിയാണോ കൂഫിയാണോ? ഹഫ്സ് ബിൻ സുലൈമാനുൽ കൂഫി, അദ്ദേഹം കൂഫക്കാരനാണ്. 3. പ്രസിദ്ധരായ ഖാരിഉകൾ എത്ര പേരാണ്? 7 പേർ, 10 പേർ, 14 പേർ. 10 പേരാണ് പ്രസിദ്ധരായ ഖാരിഉകൾ. ഇനി 4. ബസറക്കാരനായ ഖാരി ആരാണ്? അബു അംറിൻ ബസരി, അദ്ദേഹമാണ് ബസറക്കാരനായ വ്യക്തി. ഇനി അടുത്ത ചോദ്യം 5. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രധാന എഴുത്തുകാരൻ, നബി തങ്ങളുടെ വഹി എഴുത്തുകാരനായിരുന്നു. ഇവിടെ 3 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഖലഫ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. ശരിയായത് സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ്. ഇനി അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം എന്നുള്ളതാണ്. 1. ഹഫ്സ് ബിൻ സുലൈമാൻ എന്നവരുടെ ഉസ്താദ് ആര്? ഹഫ്സ് ബിൻ സുലൈമാൻ അൽ കൂഫി എന്നവരുടെ ഉസ്താദ് ആരാണ്? നേരെ മുകളിൽ തന്നെ കാണും, ആസിമുൽ കൂഫി. നമ്മൾ 11ാമത്തെ പാഠത്തിലാണ് അത് പറയുന്നത്, അൽ ഖുറാഉൽ അശറത്തു. ആ പാഠത്തിൽ തന്നെ അദ്ദേഹത്തെ പഠിപ്പിച്ചത് ആസിമുൽ കൂഫി എന്നവരാണ് കേട്ടോ. ഇനി 2. ഖുർആൻ അവതരിച്ചത് എത്ര വർഷം കൊണ്ടാണ്? സിമ്പിളാണ്, 23 വർഷം കൊണ്ടാണ് ഖുർആൻ അവതരിച്ചത്. ഇനി അടുത്തത് 3. ഖുർആൻ പകർത്തി എഴുതിച്ചു ആരാണ് പകർത്തി എഴുതിച്ചത്? അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കേട്ടോ. 4. സക്ത ചെയ്യേണ്ട സ്ഥലങ്ങൾ എത്ര? 4 സ്ഥലങ്ങളാണ് സക്ത ചെയ്യേണ്ടത്. ഖുർആനിലാകെ 4 സ്ഥലത്തേ വരുന്നുള്ളൂ. ആ 4 സൂറത്തുകളും പഠിക്കണം. സൂറത്ത് യാസീൻ, സൂറത്ത് ഖിയാമ, സൂറത്ത് മുത്തഫിഫീൻ, പിന്നെ സൂറത്തുൽ കഹ്ഫ്. ഓക്കെ. 5. ചേർത്തി ഓതലാണ് നല്ലത്. അടയാളം എന്ത്? ചേർത്തി ഓതലാണ് നല്ലത്. അതിൻ്റെ അടയാളം അവിടെ എഴുതി കൊടുക്കേണ്ടത് സായ്. ഇനി അടുത്ത പ്രവർത്തനമാണ് നോക്കാനുള്ളത്. പൂരിപ്പിക്കാം എന്നുള്ളത്. അൽ മാഹിറു ഫിൽ ഖുർആനി ഡാഷ് അൽ ബററ. അൽ മാഹിറു ഫിൽ ഖുർആനി മഅ സഫറത്തിൽ കിറാമിൽ ബററ. 2. ഇത്ബാഖ് നാവിൻ്റെ ഡാഷ് ചേരൽ. അത് 2ഓ 3ഓ പാഠത്തിലുണ്ടാവും. 2ാമത്തെ പാഠത്തിലാണോ അതോ 3ാമത്തെ പാഠത്തിലോ? 3ആം തോന്നുന്നുണ്ട്. ഇത്ബാഖ് എന്ന് പറഞ്ഞാൽ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കുമായി ചേരുക എന്നതാണ്. ഇനി 3.
കലാമുൻ ഖദീമുൻ ഡാഷ് തനസ്സഹ അൻ ഡാഷ് വനിയതീൻ. കലാമുൻ ഖദീമുൻ ലാ യുമല്ലു സമാഉഹു തനസ്സഹ അൻ ഖൗലിൻ വഫിഇലിൻ വനിയതീൻ. ഇനി നാലാമത്തത് പൂരിപ്പിക്കാനുള്ളത് ഖുർആൻ പഠിച്ചത് ഡാഷ് തെറ്റാണ്, മറന്നു പോവൽ വലിയ തെറ്റാണ്. 5 ശ്വാസം വിടാതെ ഡാഷ് സക്ത എന്ന് പറയും. ശ്വാസം വിടാതെ അല്പം അടങ്ങി ഓതൽ തുടരുന്നതിന് എന്ത് ചെയ്യും? സക്ത എന്ന് പറയും. ഇനി നമ്മൾ ലിസാനാണ് നോക്കുന്നത്. ഈ തജ്വീദിൻ്റെ കൂടെ തന്നെയാണ് ലിസാനും പരീക്ഷയ്ക്ക് വരിക. രണ്ടും ഒന്നിച്ചിട്ടാണ് നമ്മൾ 100 മാർക്ക് ഇടുന്നത് കേട്ടോ. അപ്പോൾ ലിസാനും തജ്വീദും ഒറ്റ വിഷയമായിട്ടാണ് പരീക്ഷയിൽ പരിഗണിക്കുക. രണ്ടും വേറെ വിഷയങ്ങളല്ല. അതേപോലെ തന്നെ രണ്ടും 50-50 അങ്ങനെയല്ല, ടോട്ടലായിട്ട് ഒന്നിച്ചാണ് എന്ത് ചെയ്യുക? കൂട്ടുക. ലിസാനാണ് കുട്ടികൾക്ക് കുറച്ച് ടഫായിട്ട് തോന്നുന്നത് പറയുന്നുണ്ട്, പക്ഷേ ഏറ്റവും സിമ്പിൾ ലിസാനാണ്. നമുക്ക് നോക്കി നോക്കാം. ഇവിടെ ഒന്നാമത്തത് കാണാം, നുജീബു എന്നുള്ള പ്രവർത്തനം. മുസന്ന ഖറഅത്ത് മാഹുവ. ഖറഅത്ത് എന്നതിൻ്റെ മുസന്ന ഏതാണ്? ഇപ്പം നമ്മൾ ഖറഅത്ത് എന്ന് പറയും. പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ഖറഅത, അതാണ് മുസന്ന കേട്ടോ. അതാണ് ഇതിൻ്റെ മുസന്ന. ഖറഅത്ത് എന്നതിൻ്റെ മുസന്ന ഖറഅത. ഇനി 2 ജംഉ ജലസ. ജലസ എന്നതിന് ജംഉ പറയുമ്പോൾ ഏതാ നമ്മൾ കൊടുക്കേണ്ടത്? ജലസ, ജലസ, ജലസു. അതിൽ ആ ജലസു എന്നില്ല മൂന്നാമത്തത്, അതാണ് ജംഇൻ്റെ വരുന്നത്. ഇനി അതുപോലെ മുഫ്രദു യദ്ഹബൂന. യദ്ഹബൂന എന്നതിൻ്റെ മുഫ്രദ് എങ്ങനെ ചോദിക്കുക? അതായത് യദ്ഹബു, യദ്ഹബാനി, യദ്ഹബൂന എന്നല്ല ചോദിച്ചത്. നമ്മളിവിടുന്ന് തുടങ്ങിയത് യദ്ഹബു അല്ലേ, അതാണ് മുഫ്രദ്. അവനൊരു പുരുഷൻ പോയി എന്നാണ് അർത്ഥം, പോകുമെന്നല്ല അർത്ഥം. അപ്പോൾ അതേപോലെ യദ്ഹബാനി അവർ 2 പുരുഷന്മാർ പോകും, യദ്ഹബൂന അവർ എല്ലാ പുരുഷന്മാരും പോകും. അപ്പോൾ യദ്ഹബൂന എന്നതിൻ്റെ മുഫ്രദ് അതായത് ഏകവചനം ഏതാണ്? യദ്ഹബു കേട്ടോ. 4 മുസന്ന യൽഅബു മാഹുവ. യൽഅബു എന്നതിൻ്റെ മുസന്ന അതായത് തൊട്ടടുത്ത് വരുന്നത്, നമ്മൾ സർഫാക്കുമ്പോൾ തൊട്ടടുത്ത് വരുന്ന ഏതാണ്? യൽഅബാനി. യൽഅബു, യൽഅബാനി കേട്ടോ. യൽഅബാനിയാണ് അവിടെ എഴുതേണ്ടത്. ഇനി 5 ജംഉ യഖ്റുജു മാഹുവ. യഖ്റുജു എന്നതിൻ്റെ ജംഉ യഖ്റുജു, യഖ്റുജാനി, യഖ്റുജൂന. അതുള്ളൂ, അത് ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ ഇപ്പോൾ ചിലപ്പോൾ പരീക്ഷയിൽ വരാം. കാരണം ഇങ്ങനെ ഈ മോഡൽ വന്നിട്ട് കുറേ കാലമായിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇപ്രാവശ്യത്തെ പരീക്ഷയിൽ അതൊക്കെ പ്രതീക്ഷിക്കാം. ഇനി അടുത്ത പ്രവർത്തനമാണ് നഖ്താറു വനക്തുബു. നമുക്ക് തിരഞ്ഞെടുത്തിട്ട് എഴുതാം എന്നുള്ളതാണ്. മുകളിൽ നിന്ന് താഴേക്ക് എഴുതിയെടുക്കുക. 1 അൽ മുസന്നൽ മുഅന്നസു മിനൽ മാളി. മാളിയിലെ മുഅന്നസ് മുസന്ന. ആദ്യം മനസ്സിലാക്കേണ്ടത് മുസന്നയാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ദ്വിവചനാണ് വരിക, അതായത് 2 ആൾക്കാർ വരുന്ന പ്രവർത്തനമാണ്. പിന്നെ അതിൽ തന്നെ സ്ത്രീയാണ്, മുഅന്നസാണ്. പിന്നെ മനസ്സിലാക്കേണ്ടത് അതെന്താണ്? മാളിയാണ്. അങ്ങനത്തെ ഒരു ഫിഅൽ ഇതിൻ്റെ ഉള്ളിലുണ്ട്, മുകളിലുണ്ട്. അത് ഏതാണെന്ന് ചോദിക്കുന്നത്. ഇപ്പോൾ ഇവിടെ മുസന്നയായിട്ട് കാണുന്നത് നമ്മൾ ഇത് മാത്രമേ ഉള്ളൂ. റഫഅത രണ്ടും കണ്ടോ, ഇത് മുസന്നയാണ്, അതോടുകൂടെ മുഅന്നസുമാണ്. ഇനി അടുത്തത് 2 അൽ ജംഉൽ മുതക്കല്ലിമു മിനൽ മുളാരി. മുളാരിയിലെ ജംഉ മുതക്കല്ലിമ് നമ്മൾ മനസ്സിലാക്കണം. ജംഉ മുതക്കല്ലിമുണ്ട്, മുഫ്രദ് മുതക്കല്ലിമുണ്ട്. മുഫ്രദും ജംഉം പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. മുഫ്രദ് മുതക്കല്ലിമാണെങ്കിൽ മുളാരിയിലാണെങ്കിൽ തുടക്കത്തിൽ അലിഫ് ഉണ്ടാകും. അക്തുബു അല്ലെങ്കിൽ നെക്തുബു എന്നാണ് ജംഉ മുതക്കല്ലിം വരിക. തുടക്കത്തിൽ നൂനായിരിക്കും. അപ്പോൾ ഇതിൽ നോക്കുക, കണ്ടോ നൂന് കണ്ടോ, നെക്തുമു. അപ്പോൾ അത് ഇങ്ങോട്ട് എടുത്ത് എഴുതി കൊടുക്കാം. ഇനി 3 അൽ മുഫ്രദുൽ മുത്തക്കല്ലിമു മിനൽ മാളി. മാളിയിലെ മുഫ്രദ് മുത്തക്കല്ലിം ആവുമ്പോൾ എങ്ങനെ വരിക? മുഫ്രദ് മുത്തക്കല്ലിം അതായത് സ്വയം എന്ത് ചെയ്യുക, പറയാം. ഞാൻ കഴിച്ചു, ഞാൻ തിന്നു, ഞാൻ കുടിച്ചു എന്നൊക്കെ പറയുമ്പോൾ മുഫ്രദ് മുത്തക്കല്ലിം അതുപോലത്തെ ഇതിലുണ്ടാകും. അതിന് സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. അതിലെ മുഫ്രദ് മുത്തക്കല്ലിമാണെങ്കിൽ, മാളിയിലെ മുഫ്രദ് മുത്തക്കല്ലിമാണെങ്കിൽ അവസാനത്തിൽ തു എന്നാ വരിക. ദഹബത്തു, ഷരിബത്തു, കതബത്തു, ദഹബത്തു കണ്ടോ. അപ്പോൾ ഇതിൽ നോക്കിയാൽ ഇത് അവിടെ തൂ കാണുന്നുണ്ട്. അപ്പോൾ ഇഷ്തറൈത്തു എന്നതാണ് അതിലെ മുഫ്രദ് മുത്തക്കല്ലിം.
ഇനി അഷ്ഹറുൽ ഖാമിസ്, അഞ്ചാമത്തെ മാസം ഏതാണ്? ജുമാദുൽ ഊല. 5 അൽ അദദുൽ മുനാസിബു ലിസ്സബ്ബൂറാത്തിൻ, സബ്ബൂറാത്തിൻ എന്ന ഈ ഒരു ഇസ്മിന് യോജിച്ച എണ്ണം ഏതാണ്? ഇങ്ങനെ സബ്ബൂറാത്തിൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിനവിടെ ഏതാണ് ഉപയോഗിക്കുക? തിസ്ഉൻ എന്നാണോ അതോ തിസ്അത്തുൻ എന്നാണോ? ഇവിടെയാണ് കൺഫ്യൂഷൻ വരിക. അപ്പം നേരെ നോക്കേണ്ടത് ഇതിൻ്റെ അവസാനം താ ഉണ്ടോ എന്നാണ്. ഉണ്ടെങ്കിൽ ഇപ്പുറത്ത് വരുന്ന, അതായത് ഈ എണ്ണം ഇപ്പുറത്തല്ലേ വരിക, അപ്പോൾ അതിനെന്തുണ്ടാവില്ല? താ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഏതാ എഴുതേണ്ടത്? ശരിയായത് ഏതാണ്? തിസ്ഉ എന്നതാണ് ശരി. തിസ്ഉ സബ്ബൂറാത്തിൻ, 9 ബോർഡുകൾ. ഒരിക്കലും എന്ത് തിസ്അത്തു എന്ന് വരൂല കേട്ടോ. തിസ്അത്തു എന്നുള്ളത് വരൂല. അത് നമ്മൾ ഈ താ നോക്കിയാൽ മനസ്സിലാകും. എണ്ണുന്ന വസ്തുവിൽ താ ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പുറത്തെ എണ്ണത്തിൽ താ കൊടുക്കൂല. അത് 3 മുതലാണ്. 3 മുതൽ. ഇനി അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് ഇനി പറയാൻ പോകുന്നത്. അർത്ഥം എഴുതുക. പരീക്ഷയിൽ പലപ്പോഴും കുട്ടികൾ തെറ്റിക്കുന്നതും കൺഫ്യൂഷൻ ആകുന്ന ഒരു സ്ഥലമാണ് അർത്ഥം എഴുതുന്ന ഭാഗം. നമുക്ക് നോക്കി നോക്കാം. ആഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീനത്തി. ഇവിടെ ഒന്നാമത്തതിൽ തന്നെ നബി തങ്ങൾ മദീനയിൽ ജീവിച്ചു എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീനത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ജീവിച്ചു. 2 ദഹബ്ന ലിലിഖാഇ നാളിറിൽ മദ്രസ, ഞങ്ങൾ പ്രിൻസിപ്പാളെ കാണാൻ വേണ്ടി പോയതാണ്. ഇനി 3, ഇത് പരീക്ഷയിൽ ആവർത്തിച്ച് വരുന്ന ചോദ്യമാണ്. മൂന്നാമത്തത്, ഹൽ അഖദത്തി ഹഖീബത്തക്കി, നീ നിൻ്റെ ബാഗ് എടുത്തോ? ഹൽ അഖദത്തി ഹഖീബത്തക്കി. 4 ലബീബത്തു തൽഅബു ബിൽ ഹബിലി, ഹബിൽ പറഞ്ഞാൽ കയറ്. അപ്പോൾ ലബീബ കയറ് കൊണ്ട് കളിക്കുന്നു. 5 അന്നിസാഉ സ്വല്ലൈന സ്വലാത്ത സുബഹി, പെണ്ണുങ്ങൾ എന്ത് ചെയ്യുന്നു? സുബഹ നിസ്കാരം നിസ്കരിക്കുന്നു. അപ്പം അത് കഴിഞ്ഞു. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, അതിൽ ഹെഡിങ് വരുന്ന പാഠത്തിൻ്റെ ലിസാനാണെങ്കിലും ഏത് വിഷയമാണെങ്കിലും ഹെഡിങ് വരുന്ന അറബി വാക്കുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ തജ്വീദിലൊക്കെ ഫസ്റ്റത്തെ പാഠത്തിലൊക്കെ അതിൻ്റെ ഹെഡിങ്ങൊക്കെ മനസ്സിലാക്കി വെക്കണം. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ വർഷം തോന്നുന്നുണ്ട്, കഴിഞ്ഞ വർഷം അതിൻ്റെ മേലത്തെ വർഷത്തെ മുസ്തമിഅ എന്നുള്ളൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് തജ്വീദിൽ ആദാബ് മുസ്തമിൽ ഖിറാഅത്ത് എന്നുള്ള ഒരു പാഠത്തിൻ്റെ ഹെഡിങ്ങിൽ വരുന്ന ഒരു വാക്കായിരുന്നു. അതിൻ്റെ അർത്ഥം ചോദിച്ചു. അപ്പോൾ അതേപോലെ തന്നെ തജ്വീദിലെ എല്ലാ ഹെഡിങ് ആണെങ്കിലും ലിസാനിലാണെങ്കിലും ഒക്കെ അതിൻ്റെ ഹെഡിങ് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഫളാഇലു തിലാവ എന്നുള്ള ഒന്നാമത്തെ പാഠത്തിൻ്റെ ഹെഡിങ് വരുന്നത് ഓത്തിൻ്റെ ശ്രേഷ്ഠത, അതൊക്കെ അർത്ഥം മനസ്സിലാക്കി പഠിക്കുക. ഇനി വേറൊരു ഭാഗം പരിചയപ്പെടാം. നക്തഷിഫു, ഒന്നാമത്തത് കാണാം. അഷ്ഹുറു സാലിസു മിനഷ്ഹൂറിൽ ഹിജിരിയത്തി, ഹിജ്റ മാസത്തിലെ 4ാമത്തെ മാസം. മുഹറം, സഫർ, റബിയുൽ അവ്വൽ, റബിയുൽ ആഖിർ. അപ്പോൾ റബിയുൽ അവ്വലാണ് 3ാമത്തെ മാസം. അഷ്ഹുറു സാലിസ് 3ാമത്തെ മാസമല്ലേ? ഹിജ്റ വർഷത്തിൽ 3ാമത്തെ മാസം. മുഹറം, സഫർ, റബിയുൽ അവ്വൽ. ഇനി 2 സ്വല്ലൈന. ഈ സ്വല്ലൈന എന്നുള്ള ഫിഅൽ ഹൽ ഹുവ മുഅന്നസുൻ ഔ മുദക്കറുൻ, ഇത് മുഅന്നസാണോ മുദക്കറാണോ ഈ സ്വല്ലൈന എന്നുള്ളത്? അതപ്പോൾ സർഫാക്കി നോക്കണം. സ്വല്ല സ്വല്ലയാ സ്വല്ലൗ, സ്വല്ലത്ത് സ്വല്ലത്താ സ്വല്ലൈന. അപ്പം മുഅന്നസാണ്, മനസ്സിലായി. മുഅന്നസാണ് ആ ഫിഅൽ. അപ്പോൾ ഇവിടെ എഴുതി കൊടുക്കണം കേട്ടോ, മുഅന്നസ് എന്ന്. ഇനി 3 മുലാരിഉ ഫതഹ. ഫതഹ എന്നതിൻ്റെ മുലാരി എന്താണ്? യഫ്തഹു. ഫതഹ യഫ്തഹു. 4 ഹാമിദുൻ ഖാലിദുൻ. ഹാമിദുൻ വ ഖാലിദുൻ, ഹാമിദും ഖാലിദും. ഇനി ഫിഅലും മുനാസിബും മിൻ യംഷി. ഈ യംഷി എന്ന ഫിഅലിൽ നിന്ന് യോജിച്ച ഫിഅൽ എന്ത് ചെയ്യണം? ഇവിടെ ചേർത്ത് കൊടുക്കണം. ഇവിടെ യംഷി എന്ന് എഴുതിയാൽ ശരിയാവില്ല. കാരണം എന്താ? 2 പേരുണ്ട്. അപ്പം നമ്മൾ ഈ യംഷി എന്നതിനെ മുസന്നയാക്കണം. യംഷി, യംഷിയാനി. അപ്പോൾ ഹാമിദുൻ വ ഖാലിദുൻ യംഷിയാനി അങ്ങനെ എഴുതേണ്ടത് കേട്ടോ. ഈ യംഷി എന്നുള്ളതിനെ
മുസന്നയാക്കുക, യംഷിയാനി എന്നിട്ട് ഇങ്ങോട്ട് എടുത്ത് എഴുതുക. ഇനി 5 മുസന്ന ഗസല. ഗസല എന്നതിൻ്റെ മുസന്ന, ഗസല എന്നതിൻ്റെ മുസന്ന പറയുമ്പോൾ ഒന്നുമില്ല, മാളിലാകുമ്പോൾ മുസന്നയാക്കാൻ സിമ്പിളാണ്. ഫസ്റ്റത്തെ ഒരു അലിഫട് നീട്ടി കൊടുത്താൽ മതി. ഗസല, അലാമിൻ്റെ നടുവിൽ എന്ത് ചെയ്യുക, അതുകൊണ്ട് എഴുതിയാൽ മതി. ഗസല അങ്ങനെ തീർന്നാൽ, അങ്ങനെ എഴുതി കഴിഞ്ഞാൽ സംഭവം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അടുത്ത ചോദ്യപേപ്പർ ഇത് പരിചയപ്പെട്ടാലോ? നമുക്കിങ്ങനെയാണ് തുടർന്ന് പോകാമെന്നാണ് കരുതുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റൊന്ന് എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ലിസാനും മറ്റു വിഷയങ്ങളൊക്കെ ഫുള്ളായിട്ട് ഒറ്റ വീഡിയോയിൽ തന്നെ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനും സുഖമായിരിക്കും ഇൻഷാ അല്ലാഹ്. ഇനി നമ്മൾ പറയുന്നത് യോജിപ്പിക്കാം എന്നുള്ള പ്രവർത്തനമാണ്. ഇവിടെ ഒന്നാമതായിട്ട് കാണാം ലഹുൽ മുൽക്കു എന്നതിലെ ഹാ. ലഹുൽ മുൽക്കു എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഹ ഏതാണ്? ലമീറിൻ്റെ ഹ ആണ്. അപ്പോൾ ലമീർ എന്നുള്ള എടുത്ത് എഴുതാം. 2 മൽ ഖാരിഅത്തു എന്നതിലെ ഹംസ, അത് വസലാണോ ഖത്ത് ആണോ? അത് വസലിൻ്റെ ഹംസയാണ്, ചേർത്തി ഓതുമ്പോൾ പോവും. ഇനി 3 നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കുമായി ചേരൽ, അതിന് പറയുന്ന പേരെന്താണ്? ഓക്കെ, ഇത്ബാഖ്. ഇനി 4 വഖഫ് ചെയ്യലാണ് ഏറ്റവും നല്ലത്, അതിന് ഇവിടെ ഈ ചിഹ്നമാണ് ഖില. 5 വബിഹി യസ്തഅജിലൂൻ എന്നതിലെ ഹാ, അതേതാണ്? അവിടെ യോജിച്ചത് നീട്ടണം എന്നതാണ് കേട്ടോ. അവിടെ നീട്ടണം എന്നതിൽ എന്ത് ചെയ്യണം? നീട്ടണം. കാരണം വബിഹി ഹാഇൻ്റെ മുമ്പും ശേഷവും ഹറക്കത്താകുമ്പോൾ നീട്ടണം. ഇനി ഹാഇൻ്റെ മുമ്പും ശേഷവും സുക്കൂനാണെങ്കിൽ നീട്ടരുത്. ആ രീതിയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അൽഹ എന്നുള്ള പാഠത്തിലെ. അത് നിങ്ങൾക്ക് അൽഹ എന്നുള്ള പാഠം മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മുടെ ക്ലാസ് ഉണ്ട്, പ്ലേലിസ്റ്റ് പോയാൽ മതി. ആദ്യം പ്ലേലിസ്റ്റ് എടുത്തിട്ട് അതിൽ 5ാം ക്ലാസ് എന്നുള്ള എടുക്കുക. അതിൽ നിങ്ങൾക്ക് തജ്വീദിൻ്റെ ക്ലാസ്സുകളും മറ്റു ക്ലാസ്സുകളൊക്കെ ലഭിക്കും. പരമാവധിയുള്ള വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്, ആവശ്യമുള്ളവർക്ക് പോയി നോക്കാം. ഇനി അടുത്ത പ്രവർത്തനം ശരി അടയാളപ്പെടുത്താം എന്നുള്ളതാണ്. ഒരു ചോദ്യത്തിന് 2 ഓപ്ഷനുകളാണ് കൊടുക്കുന്നത്. 1 സജദയുടെ ആയത്തുകൾ, ഇവിടെ ഉണ്ട് 10 എന്നുണ്ട്, 14 എന്നുണ്ട്. ശരിയായത് 14 ആയത്തുകളാണ് സജദക്കുള്ളത്. 2 ഖാഫ്, ഇവിടെ അതിൻ്റെ അർത്ഥം എന്താണ്? ഖാഫിൻ്റെ ഉദ്ദേശം നിർത്തരുത് എന്നാണോ അതോ നിർത്താമെന്ന അഭിപ്രായമുണ്ട് എന്നാണോ? അതിൽ നിർത്താമെന്ന അഭിപ്രായമുണ്ട്, അതാണ് ശരിയായത് കേട്ടോ. ഇനി അടുത്തത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖുർആൻ ഒരുമിച്ച് കൂട്ടി ഖുർആൻ പകർത്തി എഴുതി. ശരിയായത് ഒരുമിച്ച് കൂട്ടിയതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അത് പല കോപ്പികളാക്കിയതാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. 4 ഫി അഹ്സനി തഖ്വീം, ഇതിൽ കാണുന്ന ഈ അലിഫ്, ഇത് ഹംസത്തുൽ വസ്ലാണോ ഹംസത്തുൽ ഖത്ത് ആണോ? ഇവിടെ ഉച്ചരിക്കുന്നുണ്ട്, ഫി അഹ്സനി എന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാക്കാം ഇത് ഖത്ത് ആണ് കേട്ടോ, വസ്ലാകുമ്പോൾ ഉച്ചരിക്കൂല. 5 ത്വാഇൻ്റെ ഉദ്ദേശം എന്താണ്? വഖഫ് ചെയ്യലാണ് നല്ലത്, ചേർത്തി ഓതലാണ് നല്ലത്. ഇതിലേതാണ്? വഖഫ് ചെയ്യലാണ് നല്ലത് കേട്ടോ, വഖഫ് ചെയ്യലാണ് നല്ലത്. ഇനി അടുത്ത പ്രവർത്തനമാണ് യോജിച്ചവ ചേർക്കാം എന്നുള്ള പ്രവർത്തനം. ഇവിടെ കൊടുത്തിട്ടുണ്ട് 3ാം കോളത്തിൽ നിന്ന് യോജിച്ചവയുടെ നമ്പർ 2ാം കോളത്തിൽ എഴുതാം. മനസ്സിലായില്ലേ? ഇവിടെ നോക്കാം. 1 അൽ ഖുറാഉൽ അശറത്തു, 10 ഖാരികൾ, അതേതാണ്? അതിന് യോജിച്ചത് അവരുടെ ഖിറാഅത്തിനോട് അവിടെ കണ്ടില്ലേ, ഇവരുടെ ഖിറാഅത്തിനോട് യോജിക്കാത്ത ഖുർആൻ പാരായണം പാടില്ല. അല്ല, ഖുറാഉൽ അശറത്തു ഇവരുടെ ഖിറാഅത്തിനോട് യോജിക്കാത്ത വിധത്തിലുള്ള ഖുർആൻ പാരായണം ഇല്ല, പാടില്ല. അതിനെന്ത് ചെയ്യണമെന്നറിയോ? ഇതിന് നമ്പർ എഴുതി കൊടുക്കണം. ഇവിടുത്തെ നമ്പർ എത്ര? 4 ആണ്. അപ്പോൾ 4 എന്നിവിടെ എഴുതി കൊടുക്കുക. ഇനി ഖുർആൻ പാരായണം ചെയ്യുന്നവരാണെന്ത്? നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ.
സോറി അതല്ല, ഇവിടെ കാണാം പരലോക ചിന്ത വർദ്ധിക്കും. ഖുർആൻ ഓതിയാലുള്ള ഗുണമാണ് പരലോക ചിന്ത വർദ്ധിക്കും. ഓക്കെ. ഇനി 3, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ. അപ്പോഴാണ് ഇതിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഇത് 5. ഇനി ഖുർആൻ പാരായണ രീതി പഠിപ്പിച്ചു ആര്? ഹംസത്തുൽ കൂഫി. നമ്പർ എഴുതി കൊടുക്കുക. ഇനി അല്പമെങ്കിലും ഖുർആൻ മനപ്പാടമില്ലാത്ത ഹൃദയം ഏതുപോലെയാണ്? പൊളിഞ്ഞ വീട് പോലെയാണ്. ഇതിൻ്റെ നമ്പർ 2. പൊളിഞ്ഞ വീട് പോലെ. ഓക്കെ, അത് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ലിസാൻ്റെ നോക്കാം. ആദ്യ പ്രവർത്തനം നുമയ്യിസുൽ മാളി വൽ മുലാരിഅ മിനൽ അഫ്ആലിൽ ആത്തിയത്തി. താഴെ കൊടുത്ത ഫിഅലുകളിൽ നിന്ന് മുലാരി അതുപോലെ മാളി എന്നിവ വേർതിരിച്ചിട്ട് ഓരോ കള്ളികളിലും എഴുതാനുള്ള പ്രവർത്തനമാണ്. ഇത് എല്ലാ വർഷവും വരാറുണ്ട്, പക്ഷേ ഇപ്രാവശ്യം വരുമോ എന്ന് സംശയമാണ്. സംഭവം സിമ്പിളാണ്, ഒന്നുമില്ല. നമുക്ക് ഇതിൽ തുടക്കത്തിൽ യാ കാണുന്നതൊക്കെ നമുക്ക് ഇതിലേക്ക് എടുത്ത് എഴുതാം. മുലാരിയിലേക്ക് യാ കാണുന്നതൊക്കെ മുലാരിയിലേക്ക് എടുത്ത് എഴുതിയാൽ സംഭവം സിമ്പിളായി കിട്ടി. യൽബസു, യക്തുബു, യർഹമു കഴിഞ്ഞു. ബാക്കിയൊക്കെ മാലിക്ക് എടുത്ത് എഴുതുക. ഖാല, ദഖല, ഷരിബ. പക്ഷെ വേറെ കാര്യം കൂടിയുണ്ട്. യക്കില എന്നത് എടുത്ത് എന്ത് ചെയ്യരുത്? മുലാരിയിലേക്ക് എഴുതരുത്. യക്കില എന്നുള്ളതിൻ്റെ അർത്ഥം അത് മാലിയാണ്, ഉണർന്നു എന്നാണ് കേട്ടോ. യക്കില അത് മാലിക്ക് തന്നെ എടുത്ത് എഴുതണേ. യാ കണ്ട് ചോദിച്ചിട്ട് ഇതിക്ക് എടുത്ത് എഴുതരുത്, അർത്ഥം മനസ്സിലാക്കണം. ഓക്കെ. ഇനി രണ്ടാമത്തെ, ഇതിൽ ബ്രാക്കറ്റിൽ നിന്ന് ഇങ്ങോട്ട് എടുത്ത് എഴുതേണ്ട പ്രവർത്തനമാണ്. 1 ഡാഷ് അത്വഫുലു ഫിൽ മഹദി. ഇവിടെ വിട്ടുപോയത് എന്തായിരിക്കും? ഇവിടെ നമുക്ക് കാണാം തൊട്ടിൽ കുട്ടി എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം മനസ്സിലാക്കണം യനാമു ഉറങ്ങുന്നു എന്നുള്ള ഫീലായിരിക്കും. യനാമു ത്വഫുലു ഫിൽ മഹദി, കുട്ടി തൊട്ടിൽ ഉറങ്ങുന്നു. 2 ഡാഷ് അൽ അബു ഖബ്ലൽ ഫജിരി. അതിന് യോജിച്ചത് ഖറജ എന്നതാണോ അല്ലെങ്കിൽ യജ്ലിസു എന്നാണോ അതോ യൽ അബു എന്നാണോ? ഇങ്ങനെ കൺഫ്യൂഷൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ അത് നിങ്ങൾക്ക് ലാസ്റ്റ് എഴുതാം, അടുത്തത് നോക്കുക. അപ്പോൾ ലാസ്റ്റ് ഏതാന്ന് കിട്ടും. നോക്കാം, അടുത്ത് നോക്കുക. ഡാഷ് അൽ വലതു അലൽ കുർസി. കസേരയിൽ ആൺകുട്ടി എന്ത് ചെയ്യുക? ഇരിക്കല്ല ചെയ്യുക. അപ്പോൾ യജ്ലിസു എന്നത് ഫീലാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇനി 4 ഡാഷ് ഹാമിദും ഫിസ് സൊഫിൽ ഖാമിസി. ഹാമിദും 5ാം ക്ലാസ്സിൽ എന്ത് ചെയ്യുക? ഡാഷ്. അവിടെ യോജിക്കുന്ന ഒറ്റ ഫീലേ ഉള്ളൂ. ഹലറ എന്നതാണ് അവിടെ കേട്ടോ. ഹലറ. 5 ഡാഷ് ഖാലിദുൻ ബി ദുവാമത്തി. ദുവാമത്ത് അറിയില്ലേ? പമ്പരം. അപ്പോൾ പമ്പരം കൊണ്ട് ഖാലിദ് എന്താ ചെയ്യുക? കളിക്കുക. അപ്പോൾ യൽ അബു എന്ന ഫീലാണ് ഇവിടെ യോജിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇവിടെ ഏതാ വരേണ്ടത് എന്ന്. മനസ്സിലായില്ലേ? ഖറജ. ഓക്കെ. ഇനി കൺഫ്യൂഷൻ ആയാൽ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ഇനി ഇവിടെ നഖ്താറു മാ യുനാസിബു വനക്തുബുഹു ഫിൽ ഫറാഗി. ഇവിടെ യോജിച്ചത് തിരഞ്ഞെടുത്തിട്ട് വിട്ട ഭാഗത്ത് പൂരിപ്പിക്കാനാണ്. ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ച് തിരഞ്ഞെടുത്തിട്ട് വിട്ട ഭാഗം പൂരിപ്പിക്കാം. 1 അത്വാലിബാനി ഡാഷ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് പുരുഷനാണോ സ്ത്രീയാണോ എന്ന് മനസ്സിലാക്കണം. ത്വാലിബാനി എന്ന് കൊടുക്കുമ്പോൾ തന്നെ മനസ്സിലാകും പുരുഷനാണ്. പിന്നെ അതുപോലെ തന്നെ അവിടെ മുസന്നയാണോ മുദക്കറാണോ നോക്കണം. ഇതും മുദക്കറല്ലേ, അപ്പോൾ എത്ര പേരുണ്ട് നോക്കണം. ഏത് മുഫ്രദാണോ മുസന്നയാണോ ജം ആണോ എന്ന്. അപ്പോൾ ത്വാലിബാനി എന്ന് പറഞ്ഞത് 2 വിദ്യാർത്ഥികൾ. അപ്പോൾ അവിടെ യൽ അബു എന്ന് കൊടുത്താൽ പോരാ, യൽ അബാനി എന്നതാണ് എന്ത് ചെയ്യേണ്ടത്? കൊടുക്കേണ്ടത്. ഓക്കെ, യൽ അബാനിയാണ് ശരി. യൽ അബാനി. ഇനി അടുത്തത് ഡാഷ് യഖറ ഉൽ ജരീദത്ത. ഇവിടെ അത്വാലിബാനി എന്നതാണോ അതോ അൽ അബു എന്നതാണോ ചേർക്കേണ്ടത്? കാരണം ഇവിടുത്തെ ഫിഅൽ എന്താണ്? മുഫ്രദാണ്. യഖറ ഉ, അവനൊരു പുരുഷൻ വായിച്ചു എന്നല്ലേ. അപ്പോൾ ഒരാൾ ആരാണ് ഇവിടെ? അബുൻ അല്ലേ. മറ്റേത് അത്വാലിബാനിയാണ്, 2 വിദ്യാർത്ഥികൾ എന്നാണ്. അതൊരിക്കലും വരൂല, കാരണം ഇവിടെ ഫിഅൽ ഒറ്റൊന്നേ ഉള്ളൂ, മുഫ്രദായ ഫിഅലാണ്. ഇനി 3 അദ്ദാരിസാത്തു വിദ്യാർത്ഥിനികൾ ഡാഷ് അത്തദ്രീബാത്ത്.
അവിടെ യോജിച്ചത് യക്തുബൂന എന്നാണോ യക്തുബിന എന്നാണോ? ഒരിക്കലും നമ്മൾ യക്തുബൂന എന്ന് ഉപയോഗിക്കില്ല. കാരണം ഇവിടെ ദാരിസാത്തുൻ എന്നാണ്, പെൺകുട്ടികൾ. ഇത് പുരുഷന്മാർക്കേ ഉപയോഗിക്കുള്ളൂ. മനസ്സിലായില്ലേ? അവിടെ ഇത് പുരുഷന്മാർക്കേ ഉപയോഗിക്കുള്ളൂ. എന്നാൽ ഇവിടെ സ്ത്രീയാണ്. അപ്പം അതുകൊണ്ട് യക്തുബിന, കുറേ സ്ത്രീകളുണ്ടായതുകൊണ്ട് യക്തുബിന, അവരെല്ലാ സ്ത്രീകളും എന്ത് ചെയ്യും? എഴുതി. ഇനി അടുത്തത് ഡാഷ് ഇന്ദഹു ഡാഷ് മിലല്ലാത്തിൻ. ഇവിടെ യോജിച്ച എണ്ണം ഏതാണ്? കൺഫ്യൂഷൻ ആകേണ്ട, സിമ്പിളായിട്ടൊരു ഐഡിയ ഉണ്ട്. ഇവിടെ മിലല്ലാത്തിൻ എന്നതിൽ താ ഉണ്ടല്ലോ, അപ്പം നേരെ ഇപ്പുറമുള്ളത് എന്ത് ചെയ്യില്ല, താ വരൂല. അപ്പം ഏതാ നിങ്ങൾ എഴുതുക? അർബഉ മിലല്ലാത്തിൻ. മനസ്സിലായില്ലേ? ഇത് മുഅന്നസാണെങ്കിൽ ഇപ്പുറത്തുള്ളത് മുദക്കറായിരിക്കും, അതായത് താ ഉണ്ടാവില്ല അതിൽ. ഇനി ഇപ്പുറത്ത് താ ഉള്ളതാണെങ്കിലോ ഈ എണ്ണുന്നതിൽ താ ഉണ്ടാവില്ല. ഈ നിബന്ധന 3 മുതലാണ് ഉണ്ടാവുക കേട്ടോ. 3 മുതൽ 10 വരെ ആ നിബന്ധന ഉള്ളൂ. 1 2 അങ്ങനെയല്ല. ഇനി അടുത്തത് 5 അൽ ബിന്തു ഡാഷ് അദ്ദർസ. അൽ ബിന്തു പെൺകുട്ടിയല്ലേ, അപ്പോൾ ഒരാളാണ്. അപ്പോൾ ഒരു പെൺകുട്ടിയാകുമ്പോൾ അവിടെ ഖറഅ എന്നാ പറയുക? ഖറഅത്ത് എന്നാണോ? സ്ത്രീയാകുമ്പോൾ ഖറഅത്ത് എന്നാണ് പറയുക. അപ്പോൾ എന്ത് ചെയ്യുക? അങ്ങോട്ട് എടുത്ത് എഴുതുക ഖറഅത്ത്. പുരുഷനാകുമ്പോൾ ഖറഅ ഉപയോഗിക്കുക. ഇതിനൊക്കെ നിങ്ങൾ ഒരു ചാർട്ട് മനസ്സിലാക്കി വെക്കണം. മാളിയുടെയും മുലാരിൻ്റെയും ഒരു ചാർട്ട് ഉണ്ട്, ഞാൻ മുമ്പ് വീഡിയോയിൽ ചെയ്തിട്ടുമുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് 5ാം ക്ലാസ്സിൽ നിന്നുള്ള പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ അതിൽ കാണാൻ കഴിയും കേട്ടോ. മാളിയുടെ ചാർട്ട് ഉണ്ട്, അത് പഠിച്ചാലേ ഇതൊക്കെ ക്ലിയറായിട്ട് മനസ്സിലാവുള്ളൂ. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ വേറെ കാര്യം കൂടി പറയാനുണ്ട്. 5ലെ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം തയ്യാറാക്കിയ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. ഇതിൽ പരമാവധി ക്വസ്റ്റ്യൻസുകൾ, കുറച്ച് ടഫുള്ള ക്വസ്റ്റ്യൻസുകൾ, അതുപോലെ തന്നെ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുകൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ചോദ്യപേപ്പറാണ്. പരമാവധി ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യമുള്ളവർ മാത്രം ഞാൻ താഴെ എന്ത് ചെയ്യുക, ഒരു കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ താഴെ തന്നെ ഫുള്ളായിട്ട് നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ എൻ്റെ താഴെ എൻ്റെ നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ കോൺടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കും. 100 രൂപ നമ്മൾ ഈടാക്കുന്നുണ്ട്. കാരണം ഇത് ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ചിലവായിട്ടുണ്ട്, കുറച്ച് അധ്വാനമൊക്കെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം എന്ത് ചെയ്യുക, താഴെയുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. PDF ആയിട്ടാണ് അയച്ചു തരുന്നത്. നിങ്ങൾ കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യുക, വീട്ടിൽ വെച്ചിട്ട് തന്നെ പരീക്ഷ നടത്താം. അപ്പോൾ ടോപ്പ്ലസ് പ്രതീക്ഷിക്കുന്നവരൊക്കെ ആണെങ്കിൽ കുറച്ച് ടഫുള്ള ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ അത് ചെയ്ത് കംപ്ലീറ്റ് ആക്കി നോക്കുക. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. അടുത്ത ചോദ്യം നോക്കാം. 5 അൽ ബിന്തു ഡാഷ് അദ്ദർസ. അവിടെ യോജിച്ച ഏതാണ്? ഇവിടെ പെൺകുട്ടിയാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത് ഖറഅത്ത് എന്നതേ വരുള്ളൂ. ഇനി അടുത്തത് 6 അത്വാലിബൂന ഡാഷ് ഇലൽ മദ്രസത്തി. മദ്രസയിലേക്ക് വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നു? ഡാഷ് ഖറജ എന്നാണോ ഖറജു എന്നാണോ? ഇവിടെ മനസ്സിലാക്കേണ്ടത് ത്വാലിബൂന എന്നാണ്, കുറേ വിദ്യാർത്ഥികളാണ്. അപ്പോൾ അവർക്ക് യോജിച്ചത് ഖറജു എന്ന് തന്നെ ചേർക്കണം. അവരെല്ലാവരും പുറപ്പെട്ടു. ഇനി 7 തഷ്റബു ഡാഷ് അൽ മാ. ഇവിടെ തഷ്റബു എന്ന് കൊടുക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണം ഇവിടെ സ്ത്രീയെ വരുള്ളൂ. ഇവിടെ കണ്ടില്ലേ, ഫാത്തിമത്തു എന്ന് കൊടുത്തിട്ടുണ്ട്, യൂസുഫു എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫാത്തിമല്ലേ ഉപയോഗിക്കുള്ളൂ, കാരണം തഷ്റബു എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഷരീബൻ്റെ മുലാരിയാണ് യഷ്റബു. ആ യഷ്റബു സറഫാക്കുമ്പോൾ യഷ്റബു, യഷ്റബാനി, യഷ്റബൂന. പിന്നെ സ്ത്രീ സറഫാക്കുമ്പോൾ തഷ്റബു. കണ്ടോ, രണ്ടാമത്തെ വരിയിൽ ഫസ്റ്റ് വരുന്നത് സ്ത്രീക്കുള്ളതാണ്. ഇനി അടുത്തത് യാ വലദാനി ഹൽ കുന്തുമ ഡാഷ് ഫിൽ മൈദാനി. അവിടെ ഏതാണ് യോജിച്ചത്? 2 ഓപ്ഷൻ ഉണ്ട്, തൽ അബീന, തൽ അബാനി. അവിടെ യോജിച്ചത് മാത്രം നമുക്ക് മനസ്സിലാക്കിയെടുക്കണം. അതിന് ആദ്യം നോക്കേണ്ടത് ഇവിടുക്കാണ്. വലദാനി എന്നല്ല കൊടുത്തത്, 2 ആൺകുട്ടികളാണ്. അപ്പം നമ്മൾ കൊടുക്കേണ്ടത് തൽ അബാനി എന്നാണ് കേട്ടോ, തൽ അബാനി. പിന്നെ അടുത്തത് അന ഡാഷ് ആയത്തൽ കുർസി. അവിടെ ഹഫിളുത്തു എന്നതാണ് ചേർക്കേണ്ടത്. കാരണം അന വരുമ്പോൾ അനയാണല്ലോ അതിൻ്റെ ലമീർ. അന ഹഫിളുത്തു, ഞാൻ മനപ്പാടമാക്കി. ആയത്തുൽ കുർസി ഞാൻ മനപ്പാടമാക്കി. 10 നെഹ്നു ഡാഷ് അൽ ഖുർആന കുല്ല യൗമിൻ.
ഞങ്ങൾ എല്ലാ ദിവസവും ഖുർആൻ ഡാഷ്. അവിടെ യോജിച്ചത് നഖറഉ എന്നാണ് വരിക. കാരണം ജം ആണ് നമുക്ക് ആവശ്യം. ഇതൊക്കെ മുഫ്രദാണ്. അഖറ എന്ന് പറയുമ്പോൾ മുഫ്രദ് മുത്തക്കല്ലിമാണ്. അഖറഉ നഖറഉ എന്ന് പറയില്ലേ. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് എന്താണ്? നഖറഉ, നമ്മൾ. നഹ്നു അല്ല വന്നത്. നഹ്നു വന്നാൽ മനസ്സിലാക്കണം ജം ആണ് എഴുതേണ്ടത്, ജം മുത്തക്കല്ലിം. അന വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കണം മുഫ്രദ് മുത്തക്കല്ലിമാണ് എഴുതേണ്ടത്. ഓക്കെ. ഇനി അടുത്ത പ്രവർത്തനമാണ് നുതർജിമു, തർജിം ചെയ്യാണ്. അൽ മുസ്ലിമൂന യദ്ഹബൂന ഇലൽ മസ്ജിദി സ്വലാത്തിൽ ഇശാഇ, ഇശാ നിസ്കാരത്തിന് വേണ്ടി മുസ്ലിമീങ്ങൾ പള്ളിയിലേക്ക് പോകുന്നു. 2. ആഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീനത്തി 10 സിനീന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ 10 വർഷം താമസിച്ചു. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേട്ടോ. ഇതൊക്കെ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. ഞാൻ മുമ്പ് കാണിച്ച ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതേ ചോദ്യം വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ 10 സിനീന എന്നുള്ളത് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇത് മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. ഇനി ഡാഷ് ഹൽ ഖറഅത്തൽ ഖുർആന സ്വബാഹൻ, ഹൽ ഖറഅത്ത ഖുർആന സ്വബാഹൻ, നീ രാവിലെ ഖുർആൻ ഓതിയോ? അപ്പോൾ ഇതുപോലുള്ള പ്രവർത്തനങ്ങളൊക്കെ വരും. ഇൻഷാ അല്ലാഹ് വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടിയിട്ടുണ്ട്. മറ്റൊരു വീഡിയോയിൽ ഇതുപോലെ ഇൻഷാ അല്ലാഹ് മറ്റു പേപ്പറുകൾ പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.